back to Artista. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേരത്തെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ കാർഡ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രെയിം എങ്ങനെ ഒരു വിഷൻ ബോർഡാക്കിയിട്ട് മാറ്റാം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 2022 ഇതാ സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്താണ്, നമുക്ക് എപ്പോഴും ഓക്കെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. അപ്പോൾ നമ്മുടെ റൂമിലോ നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വിഷൻ ബോർഡ് ഫ്രെയിമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രെയിം വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വേർഡ്സും കുറച്ച് കോഡ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതായത് ഇതെല്ലാം ബേസ്ഡ് ഓൺ എൻ്റെ അടുത്ത വർഷം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ള സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം നമ്മൾ ക്യാൻവ ആപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒരു A4 ഷീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പ്രിൻ്റ് എടുത്തതാണിത്. ഇനി ഇത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് അടുത്ത വർഷത്തെ എൻ്റെ സ്റ്റഡീസ് ആയിക്കോട്ടെ, ചാനലായിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിലേക്ക് ഞാൻ എത്തണം എന്ന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണിത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും വിഷസും ഗോൾസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോട്ടോസും സംഭവങ്ങളൊക്കെ പിൻട്രസ്റ്റ് പോലുള്ള ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കൂടുതൽ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം റീസെൻ്റ് ആയിട്ട് തന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അതായത് തിക്നെസ് ഇല്ലാത്തതും ഇത് കുറച്ച് തിക്നെസ് ഉള്ളതുമാണ്. രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഡബിൾ സൈഡ് ടേപ്പും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് എനിക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്ലിപ്സും എനിക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് നോർമൽ ഫോട്ടോ പോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇതെല്ലാം പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ പോളറോയിഡ്സ് പോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസിൻ്റെ ഇടയ്ക്കൊക്കെ താഴെയൊക്കെ ഞാൻ ഇത്ര ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാമല്ലോ, അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കോഡ്സും പിന്നെ 2023 കുറച്ച് വലുതാക്കിയിട്ടും ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള സംഭവം നമ്മൾ മറന്നുപോയി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വേണം. ഇത് ഞാൻ A4 സൈസ് ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എവിടുന്ന് വാങ്ങിച്ചേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. A4 സൈസ് ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ അതും ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇത്രയും ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ പോളറോയിഡ്സ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി പിക്ചേഴ്സാണ്. എനിക്ക് പേഴ്സണലി നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് എപ്പോഴും ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പിക്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യാന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഫ്രെയിമും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്. ഇതൊരു OHP ഷീറ്റ് പോലെയുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡിലാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു വിൻറ്റേജ് പോലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് സംഭവം ഇങ്ങനെ ആക്കിയെടുത്തൊന്നുമല്ല കേട്ടോ, ഇതിങ്ങനെ ആയി പോയതാണ്. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ബുക്കാണിത്. നമ്മൾ തലമുറകൾ കൈമാറി വന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഫിസിക്സ് ആണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ആ ഒരു പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നിവിടെയും സ്റ്റിക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ കേട്ടോ. നമുക്കൊന്നെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അടുത്ത് ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ പറയുന്നത് ഇതുപോലുള്ള ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്കാദ്യം ഈ ക്ലിപ്പ് നമുക്കിവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഫോട്ടോ ഇതിലിങ്ങനെ എന്താ പറയുക ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ 2023 എന്നുള്ളത് ഞാനിവിടെ സെൻറ്ററിലായിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല, ലാസ്റ്റ് ഒട്ടിക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും സംഭവം വന്ന് ഇതിന് ഓവർലാപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ എന്താ പറയുക ക്ലിപ്പ് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു പീസ് ടേപ്പ് മതി. ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഫോട്ടോസും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം, നല്ല കട്ടിയുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലിപ്സും യൂസ് ചെയ്യാം. ഇനി നോർമലായിട്ട് ഒട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് കട്ടിയില്ലാത്തതും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫെവിക്കോൾ വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒട്ടിക്കിട്ടും. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും, ഇത് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫോട്ടോസും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കോഡ്സും അതുപോലെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ക്യാച്ചിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ 2023 സെൻറ്ററിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. സെൻറ്ററിൽ വെക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇതായി തോന്നിയത് ഇവിടെ എല്ലാം കൂടി വന്നപ്പോൾ ആകെ കൺജസ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇത് ഇവിടെ ഈ സൈഡിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ഫോട്ടോസ് ഉള്ളതുകൊണ്ട് എനിക്കത് ഉപേക്ഷിക്കാനും തോന്നിയില്ല, എല്ലാം എനിക്ക് വേണം. അപ്പോൾ എല്ലാം കൂടി വെച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാനിത് ഇവിടെ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി എൻ്റെ കയ്യിൽ ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എല്ലാ കോഡ്സും വെക്കണം എന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണം ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് സ്റ്റിക്കേഴ്സ് ബാക്കിൽ എന്താ സ്റ്റിക്കി ആയിട്ടുള്ള ഷീറ്റിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്രിൻറ്റിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കാം കേട്ടോ. ഇനി ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക റേറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് വാങ്ങാൻ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ലോ കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരും ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഫൈനലി 2023 എന്നുള്ളതും കൂടി ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ പകുതി പോവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താ പറയുക സക്സസ് ആയി വന്നാൽ നമുക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മൾ ഇരിക്കുന്നേ ചെയ്യുള്ളൂ. നമ്മൾ ട്രൈ ചെയ്യുക, ഓക്കെ, നമ്മുടെ 100% കൊടുക്കുക. അപ്പോൾ സക്സസ് എന്തായാലും വന്നു ചേരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാ 2023 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മളിത് നമ്മുടെ ഫ്രെയിമിൽ കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം.
അപ്പോൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത OHP ഷീറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി അതെങ്ങനെ അത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇവിടെ നമ്മുടെ 3D ഫ്രെയിം അല്ലല്ലോ, നോർമൽ ഫ്രെയിമാണ്. ഷീറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചെറുതായിട്ട് പൊന്തി നിൽക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മളിത് ഇല്ലാതെ വെക്കാം. ഇല്ലാതെ വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് വെക്കാം. അപ്പോൾ മനസ്സിലാവുന്നൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ 2023 വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇനി ഇതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ 2023 എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ 2023 ഈ ഒരു പുതിയ വർഷം ഭയങ്കര സക്സസ്ഫുൾ ആവട്ടെ, നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിഷൻസൊക്കെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ വേണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.